സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നത്തിന് പിറകെ ഓടുമ്പോൾ പലരും പല ഓപ്ഷനുകളാകും തെരഞ്ഞെടുക്കുക. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. ചിലർ സ്ഥലം വാങ്ങി വീട് വെക്കും, ചിലര് പണി തീർന്ന വീട് വാങ്ങും, ഫ്ലാറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെ മറ്റു ചിലരുണ്ട് സാമ്പത്തിക ലാഭം നോക്കി നിർമ്മാണത്തിലിരിക്കുന്ന വീട് വാങ്ങും, എന്നിട്ട് പണി പൂർത്തിയാക്കി താമസിക്കും. പക്ഷെ ഇത് അത്ര സേഫ് അല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്താന്നല്ലേ ഇപ്പൊ ക്ലിയർ ആക്കി തരാം. വിലക്കുറവ് മുന്നിൽ കണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന വീട് വാങ്ങുന്നവരാണ് അധികവും. പക്ഷെ ഇതിൽ അപകട സാധ്യതകൾ ഏറെയുണ്ട്. വാഗ്ദാനം ചെയ്ത സമയത്ത് കൈവശാവകാശം കൈമാറുന്നതിൽ ബിൽഡർ വീഴ്ച വരുത്താനുള്ള സാധ്യത മുതൽ തുടങ്ങും പ്രശ്നങ്ങൾ. അത് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം പരിഹരിക്കാൻ. നിർമ്മാണത്തിലെ കാലതാമസം പിന്നീട് പണി പൂർത്തിയാകുമ്പോൾ സാമ്പത്തികമായി ബാധിച്ചേക്കാം. പണി പൂർത്തിയാകാത്തതിനു പിറകിൽ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നിയമപരമായ തർക്കങ്ങൾ തുടങ്ങി പല കാരണങ്ങളും കണ്ടേക്കാം. അതും പ്രതിസന്ധിയാകും. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾക്കായി എടുക്കുന്ന ഭവന വായ്പകൾക്ക് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പ്രീ EMI പലിശ ഈടാക്കും. കൈവശാവകാശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ EMI പേയ്മെന്റുകൾ അടയ്ക്കേണ്ടതായും വരും. ആദായ നികുതി പ്രശ്നങ്ങളും വിഷയമാണ്. ഒരു വീടിനായി എടുത്ത ഭവന വായ്പയുടെ നികുതി ആനുകൂല്യങ്ങൾ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കൈവശാവകാശം സ്വന്തമാക്കിയതിനു ശേഷം മാത്രമേ ക്ലെയിം ചെയ്യാൻ കഴിയൂ. കൈവശാവകാശം എടുക്കുന്നതിന് മുമ്പ് നിർമ്മാണത്തിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ അടച്ച പലിശയുടെ നികുതി ആനുകൂല്യം പൂർണ്ണമായും നഷ്ടപ്പെടും. ഇനി ഇതൊന്നുമല്ലെങ്കിലും നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു വീട് നമ്മൾ വാങ്ങി അതിന്റെ പണി പൂർത്തിയാക്കുന്ന കാലയളവിൽ നമ്മൾ താമസിക്കുന്ന വാടക വീടോ മറ്റു സൗകര്യങ്ങളോ അതിന്റെ ചെലവുകളോ കൂടി പരിഗണിച്ച് വേണം ഈ മാർഗം തിരഞ്ഞെടുക്കാൻ. പരമാവധി ഒരു പണി പൂർത്തിയായ റെഡി ടു മൂവ് വീടുകൾ തിരഞ്ഞെടുക്കുന്നതാവും നിങ്ങൾക്ക് ലാഭകരം. ഇപ്പൊ ക്ലിയർ ആയില്ലേ?